നമ്മളിപ്പോൾ ഒരു വീട് വെച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു വീട് വെച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് നമുക്കൊരു പെർമിറ്റ് കിട്ടും. അപ്പോൾ ഈ പെർമിറ്റ് കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ പ്രകാരമായിരിക്കും ആ പെർമിറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ പ്ലാൻ തന്നെയാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തറവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് നിങ്ങളുടെ ആർക്കിടെക്ട്സുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. ആ പ്ലാൻ ഫൈനലാക്കുക. ആ പ്ലാൻ ഫൈനലാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ബേസിക് പ്ലാൻ, അതായത് ഇൻറ്റീരിയേഴ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആ പ്ലാനിൽ ഫ്രീസ് ആക്കണം. അതുണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ സ്ട്രക്ചറൽ മാറ്റങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബലത്തെയും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഒരു നിലയ്ക്കും അത് പോകാനുള്ള സാധ്യത വരും. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ബേസിക് പ്ലാൻ ഉൾപ്പെടെ നമ്മൾ ആദ്യത്തെ പ്ലാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിക്കും. കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളെ ബഡ്ജറ്റ് ആദ്യം ഫിക്സ് ചെയ്യണം. ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ലോണിലാണോ ചെയ്യുന്നത്, അതല്ല നമ്മൾ സ്വന്തം കാശ് കൊണ്ടാണോ ചെയ്യുന്നത്, അപ്പോൾ അത് എത്രത്തോളം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് സ്വന്തം ക്യാഷ്, ഇത്ര പെർസെൻറ്റേജ് ലോൺ എന്നുള്ളൊരു നിലയ്ക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആദ്യം ഉണ്ടാവണം. ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ശേഷം ഇത് വർക്ക് എക്സിക്യൂഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണോ നമ്മൾ ആദ്യമേ BOQൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫൈനലൈസ് ചെയ്യണം. ആ പ്രകാരം നമ്മളെ ടോട്ടൽ ബഡ്ജറ്റ് വിത്ത് കമ്പയർഡ് ടു നമ്മുടെ BOQ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മാച്ച് ചെയ്ത് വരുന്ന രീതിക്ക് ആക്കിയതിന് ശേഷം വേണം നമ്മുടെ വർക്ക് മുന്നോക്കി കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും അത് എന്തൊക്കെ വേണമെന്നുള്ളത് കാര്യം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇൻറ്റീരിയറിൻ്റെ പ്ലാനും തുടക്കത്തിലേ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു മുറി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ മുറിയിൽ നമ്മളൊരു സ്ഥലത്ത് ഡോറ് വെക്കുന്നു, ഇന്ന സ്ഥലത്ത് കട്ടിലിടാന്ന് തുടക്കത്തിലെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഉൾപ്പെടെ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ബാത്റൂമിൻ്റെ ഡോർ എവിടെ വരണം, കബോർഡ് എവിടെ വരണം, വിൻഡോസ് എവിടെ വരണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് സ്പെസിഫൈഡ് ആയിരിക്കും. അതേസമയം നമ്മൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും ഒരിക്കലും കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കും ഈ വിൻഡോസ് വെക്കുന്നത്. ഇൻറ്റീരിയർ ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്കും ഇത് അതിനൊരിക്കലും മാച്ച് ആവത്തില്ല, അത് സെറ്റ് ആവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പൊളിച്ച് പണിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 ഡ്രോബാക്സാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്, കോസ്റ്റ് വൈസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചറലി നമ്മളൊരു സാധനത്തിനെ ഇടിച്ച് പൊളിച്ച് വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അത്ര നല്ല പ്രവണതയല്ല. പിന്നെ നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മളെപ്പോഴും ഇൻറ്റീരിയർ ഉൾപ്പെടെ തുടക്കത്തിലെ സെറ്റ് ചെയ്ത്, അത് ഒന്നുമില്ലെങ്കിലും പ്രിലിമിനറി ഇൻറ്റീരിയർ എങ്കിലും ചെയ്തു പോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്ന ബഡ്ജറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം നമ്മളില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉടനെ അത്രയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നിടം വരെ ചെയ്തിട്ട് ഇൻറ്റീരിയർ ബാക്കി പിന്നീട് ഫ്യൂച്ചറിൽ ചെയ്താൽ മതി. പ്ലാനും കാര്യങ്ങളും തുടക്കത്തിൽ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ള മാത്രമാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.